ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ ഇതുവരെ 270-ലധികം പേരെ രക്ഷപ്പെടുത്തി. ഗംഗോത്രിയിൽ കുടുങ്ങിയ 21 പേരെ കൂടി ഹർഷിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തന്റെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, രക്ഷാദൌത്യം തുടരുകയാണ്. ഇന്നത്തെ ദൌത്യം ഏത് തരത്തിലായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന വെല്ലുവിളികളെയൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ ദൌത്യസംഘത്തിന് കഴിയുന്നുണ്ടോ? ബൽറാം. ഗുഡ് മോർണിംഗ് റിജിത്ത്, ക്രിസ്റ്റീന. ഉത്തരാഖണ്ഡിൽ രക്ഷാദൌത്യം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റിംഗ് ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു. ഇന്ന് രാവിലെ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ അത് പുനരാരംഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മെച്ചപ്പെട്ട കാലാവസ്ഥയാണ്. ഓറഞ്ച് അലർട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും മഴയോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ ഈ മേഖലയിൽ ഇല്ല. 270 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ നിലവിൽ ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുക കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റാൻ ആയിരിക്കും എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. നേരത്തെ മലയാളികൾ അടക്കമുള്ളവരെ ഈ ഗംഗോത്രിയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും അവരെ എയർലിഫ്റ്റ് ചെയ്ത് സ്വന്തം നാടുകളിലേക്ക് അയക്കുന്ന നടപടികൾക്ക് പ്രഥമ പരിഗണന നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിൽ ഈ പ്രളയബാധിത മേഖലയിൽ തെരച്ചിൽ നടത്തിയിരിക്കുന്നു. എന്നാൽ മണ്ണിലടിയിൽ പെട്ടുപോയവരെ, കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടു പോയ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ വേണ്ടിയുള്ള തെരച്ചിൽ ഇതുവരെയും പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് രക്ഷാപ്രവർത്തകരുടെ അപര്യാപ്തത തന്നെയാണ് ഇതിലൊരു പ്രധാന വെല്ലുവിളി നേരിടുന്നത്. ഈ മേഖലയിലേക്ക് പോകുന്ന ഏക റോഡ് ഗംഗോത്രി ദേശീയപാത, അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലയിടങ്ങളിലും റോഡ് പൂർണ്ണമായും തകർന്ന് ഇടിഞ്ഞു പോയ അവസ്ഥയിലാണ്. 2 ഇടങ്ങളിൽ ബട്ട്വാടിയിൽ പുനഃസ്ഥാപിച്ചിരുന്നു എങ്കിലും അത് വീണ്ടും അവിടേക്ക് കല്ല് ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. ബൽറാം, ഒരു ചെറിയ കാര്യം കൂടി, അവിടെ കുടുങ്ങിക്കിടന്ന് രക്ഷപ്പെടുത്തിയവർക്കൊക്കെ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ഈ ആശയവിനിമയ സംവിധാനങ്ങൾ മുടങ്ങിയിട്ടുണ്ട്, വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ അതൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നിലവിൽ ഇപ്പോൾ വൈദ്യുതിയോ ടെലിഫോൺ ബന്ധമോ മറ്റൊന്നും തന്നെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഈ ദരാലിയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്ററോളം ദൂരെ വരെ മൊബൈൽ ടവറുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് വഴികൾ ഒരുക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വൈദ്യുത ബന്ധവും വിച്ഛേദിക്കപ്പെട്ട് തന്നെ കിടക്കുകയാണ്. ജനറേറ്ററുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കാനായി റോഡ് മാർഗം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ ജനറേറ്ററുകൾ ആവശ്യമായതിനാൽ തന്നെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ജനറേറ്ററുകൾ പുറപ്പെട്ടുവെങ്കിൽ പോലും ഈ റോഡിലെ തടസ്സങ്ങൾ കൊണ്ട് അത് ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാകുമ്പോൾ വളരെ വേഗത്തിൽ ഈ ഇത്തരത്തിലുള്ള സാമഗ്രികൾ, അവശ്യ വസ്തുക്കൾ അവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഭക്ഷണമടക്കമുള്ള മറ്റ് അവശ്യ സാധനങ്ങൾ ഈ ഗംഗോത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. മരുന്നുകളും എത്തിച്ചിട്ടുണ്ട്. അതേസമയം കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ ഇന്ന് ഈ മേഖലയിലേക്ക് എത്തിക്കും എന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഒരു മെഡിക്കൽ സംഘം പ്രദേശത്തേക്ക് എത്തിയിരുന്നു. കൂടുതൽ പേരെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം മണ്ണിനടിയിലെ തെരച്ചിൽ ഇന്ന് ആരംഭിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രാദേശിക ഭരണകൂടം. അങ്ങനെയെങ്കിൽ പരിക്കേറ്റ ആളുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ മെഡിക്കൽ സംഘത്തെ ആവശ്യമായി വരും. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ മെഡിക്കൽ സംഘത്തെയും എയർലിഫ്റ്റ് ചെയ്യുന്ന നടപടികൾ ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഗംഗോത്രിയിൽ കഴിയുന്ന എല്ലാവരും സുരക്ഷിതരാണ്. അവർക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും നൽകുന്നുണ്ട്. എങ്കിലും ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയം കൂടുതൽ എടുക്കുന്നതും ആ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതരായി നാടുകളിലേക്ക് മടക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ക്രിസ്റ്റീന, റിജിത്ത്. ബൽറാം നെടുങ്ങാടിയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.